കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്വാഗതം. യേശുക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുകയും ഒടുവിൽ ക്രൂരമായ രക്തസാക്ഷ്യത്തിലൂടെ ജീവൻ വെടിയുകയും ചെയ്ത 14 അപ്പോസ്തലന്മാരുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ രക്തസാക്ഷ്യത്തെക്കുറിച്ചുമുള്ള വിശദമായ ചരിത്രപരമായ ഒരു അന്വേഷണമാണ് ഈ വീഡിയോ. സാധാരണയായി 12 അപ്പോസ്തലന്മാർ എന്നാണ് നമ്മൾ പൊതുവെ കേൾക്കാറുള്ളത്. എന്നാൽ ബൈബിളിലും ആദ്യകാല സഭാ ചരിത്രവും ആഴത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ യേശുവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് 12 ശിഷ്യന്മാരുടെ പ്രധാന കൂട്ടത്തിൽ ഇല്ലായിരുന്നിട്ടും അപ്പോസ്തലന്മാരായി അറിയപ്പെട്ടതും സഭാ ചരിത്രത്തിൽ വലിയ പങ്കുവഹിക്കുകയും ചെയ്ത പ്രമുഖരായ വ്യക്തികളെ കൂടി നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പ്രധാനികളാണ് യൂദാസ് കറിയോത്തിക്ക് പകരമായി തിരഞ്ഞെടുക്കപ്പെട്ട മത്തിയാസ്, ജാതികളുടെ അപ്പോസ്തലനായി മാറിയ പൗലോസ്ലീഹ, യേശുവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതും ബൈബിളിൽ നേരിട്ട് അപ്പോസ്തലൻ എന്ന് വിശേഷിക്കപ്പെട്ടതുമായ ബർണബാസ്. ഈ ചരിത്രം വളരെ വിപുലവും ആഴമുള്ളതുമായതുകൊണ്ട് 2 ഭാഗങ്ങളായാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇതിന്റെ ഒന്നാം ഭാഗമായ ഈ വീഡിയോയിൽ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലെ പ്രമുഖരായ സീമോൻ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, ബർത്തലോമ്യ, ഭാരതത്തിന്റെ അപ്പോസ്തലനായ തോമാസ്ലീഹ എന്നിവരുടെ ജീവിതവും അവരുടെ മരണത്തെ സാധൂകരിക്കുന്ന അപൂർവമായ പുരാവസ്തു തെളിവുകളുമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ചരിത്രവും പുരാവസ്തു രേഖകളും സഭാ പാരമ്പര്യങ്ങളും ചേർത്ത് വെച്ചിട്ടുള്ള ഈ ചരിത്ര അന്വേഷണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു യേശു നല്ല ഇടയൻ, ഹിസ്റ്ററി ഓഫ് ബൈബിൾ. പിന്നെ ഒരു കാര്യം, കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന പിന്തുണയ്ക്ക് വളരെയധികം നന്ദി. അതുപോലെ തന്നെ യൂട്യൂബിൽ കാണുന്നവർ സബ്സ്ക്രൈബും ഫേസ്ബുക്കിൽ കാണുന്നവർ ഒന്ന് ഫോളോ കൂടി ചെയ്യണേ. ഈ അപ്പോസ്തലന്മാരിൽ യോഹന്നാൻ ഒഴികെയുള്ളവർ ക്രൂരമായ രീതിയിലാണ് കൊല ചെയ്യപ്പെട്ടത്. യൂസേബിയസ്, ബർത്തുല്യൻ, ഹിപ്പോളിറ്റസ് എന്നീ ആദ്യകാല സഭാ ചരിത്രകാരന്മാരുടെയും അതുപോലെ തന്നെ സഭാ പാരമ്പര്യങ്ങളും റോമൻ ചരിത്രരേഖകളും അടിസ്ഥാനമാക്കി അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളും മരണത്തിന്റെ പശ്ചാത്തലവും നമുക്ക് കൃത്യമായി പരിശോധിക്കാം. ആദ്യം നമുക്ക് സീമോൻ പത്രോസിനെ പറ്റി നോക്കാം. ഗലീലക്കടലിലെ ഒരു സാധാരണ മീൻപിടുത്തക്കാരനായിരുന്നു സീമോൻ പത്രോസ്. യേശു പാറ എന്ന് പേരിട്ട പത്രോസ് അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലെ വക്താവായിരുന്നു. യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ആദ്യം ഏറ്റുപറഞ്ഞതും താബോർ മലയിലെ രൂപാന്തരണം പ്രാപിക്കാനും ഗെത്സമനിലെ തോട്ടത്തിലെ പ്രാർത്ഥനയ്ക്കും സാക്ഷ്യം വഹിച്ച 3 പ്രമുഖ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു പത്രോസ്. പെന്തക്കോസ്ത നാളിൽ പത്രോസ് നടത്തിയ പ്രസംഗത്തിലൂടെ 3000-ഓളം ആളുകളാണ് ഒറ്റ ദിവസം കൊണ്ട് ക്രിസ്തു മതം സ്വീകരിച്ചത്. യെരുശലേമിലെ ആദ്യ സഭയ്ക്ക് നേതൃത്വം നൽകിയ പത്രോസ് പിന്നീട് അന്ത്യോക്യയിലും ഒടുവിൽ റോമിലും സുവിശേഷം പ്രസംഗിച്ചു. AD 64 റോം നഗരത്തിലുണ്ടായ വൻ തീപിടുത്തത്തിന് ശേഷം നീറോ ചക്രവർത്തി അതിന്റെ പഴി മുഴുവൻ ക്രിസ്ത്യാനികളുടെ മേൽ ചുമത്തി. തുടർന്ന് ക്രിസ്ത്യാനികൾക്ക് നേരെ നടന്ന പീഡനങ്ങളിലാണ് പത്രോസ് അറസ്റ്റിലാകുന്നത്. തന്റെ കർത്താവായ യേശുക്രിസ്തു മരിച്ചതുപോലെ മരിക്കാൻ താൻ യോഗ്യനല്ലെന്ന് പറഞ്ഞ് തന്നെ തലകീഴായി ക്രൂശിക്കണമെന്ന് പത്രോസ് അഭ്യർത്ഥിച്ചു. റോമൻ ഭരണകൂടം അദ്ദേഹത്തിന്റെ ഈ ആവശ്യം അംഗീകരിച്ചു. റോമിലെ വത്തിക്കാൻ കുന്നിന് സമീപത്ത് വെച്ച് പത്രോസിനെ തലകീഴായി ക്രൂശിലേറ്റുകയായിരുന്നു. റോമൻ ചരിത്രകാരനായ താസിതസിന്റെയും സഭാ ചരിത്രകാരനായ യൂസേബസിന്റെയും കുറിപ്പുകളിൽ ഈ സംഭവം കൃത്യമായി വിവരിക്കുന്നുണ്ട്. ഇന്ന് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക നിലനിൽക്കുന്നത് പത്രോസിനെ അടക്കം ചെയ്ത സ്ഥലത്താണ്. നമുക്കിതിന്റെ പുരാവസ്തു തെളിവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1939, 1949 കാലഘട്ടത്തിൽ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അടിത്തട്ടിൽ നടത്തിയ ഖനനത്തിൽ ഒരു 1-ാം നൂറ്റാണ്ടിലെ കല്ലറയും അതിൽ പെട്രസ് എനി, അതായത് പത്രോസ് ഇവിടെയുണ്ട് എന്ന് ഗ്രീക്കിൽ എഴുതിയ ലിഖിതവും കണ്ടെത്തി. ഈ അസ്ഥികൂടം അപഗ്രഥിച്ചപ്പോൾ ഒരു വയോധികന്റേതാണെന്നും കാലിലെ അസ്ഥികൾ വേർപെട്ട നിലയിലാണെന്നും തെളിഞ്ഞു. ഇത് തലകീഴായ കുരിശേറ്റത്തെ സൂചിപ്പിക്കുന്നു. 1968 പോൾ 6-ാമൻ മാർപ്പാപ്പ ഇത് പത്രോസിന്റെ ഭൗതിക അവശിഷ്ടമാണെന്ന് പ്രഖ്യാപിച്ചു. AD 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ റോമിലെ ക്ലമന്റ് എഴുതിയ കത്തിലും ചരിത്രകാരനായ യൂസേബിസിന്റെയും തെർത്തുല്യന്റെയും രേഖകളിലും നീറോയുടെ പീഡനകാലത്തെ പത്രോസിന്റെ കുരിശുമരണം പരാമർശിക്കുന്നു. രണ്ടാമത്തേത് യോഹന്നാൻ സ്ലീഹ. സെബദിയുടെ മകനായ യോഹന്നാൻ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നറിയപ്പെടുന്നു. അപ്പോസ്തലന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിരുന്നു ഇദ്ദേഹം. യേശുവിന്റെ ക്രൂശീകരണ വേളയിൽ അവസാനം വരെ ഭയപ്പെടാതെ നിന്ന ഒരേ ഒരു അപ്പോസ്തലൻ യോഹന്നാനാണ്. ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു തന്റെ അമ്മയായ മറിയത്തെ ഏൽപ്പിച്ചു കൊടുത്തത് യോഹന്നാന്റെ അടുത്തായിരുന്നു. യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം യോഹന്നാൻ എഫേസൂസ് കേന്ദ്രമാക്കിയാണ് പ്രവർത്തിച്ചത്. പുതിയ നിയമത്തിലെ യോഹന്നാന്റെ സുവിശേഷം കൂടാതെ 3 ലേഖനങ്ങളും വെളിപ്പാട് പുസ്തകവും എഴുതിയത് ഇദ്ദേഹമാണ്. ഡൊമിഷ്യൻ ചക്രവർത്തി
ചക്രവർത്തിയുടെ ഭരണകാലത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ വലിയ പീഡനം നടക്കുന്ന സമയത്താണ് യോഹന്നാൻ അറസ്റ്റിലാകുന്നത്. റോമൻ പാരമ്പര്യങ്ങൾ അനുസരിച്ച് റോമിലെ പോർട്ട ലാറ്റീന അതിന അഥവാ ലാറ്റിൻ ഗേറ്റിന് സമീപത്ത് വെച്ച് യോഹന്നാനെ തിളയ്ക്കുന്ന എണ്ണപാത്രത്തിലിട്ട് കൊല്ലാൻ ശ്രമിച്ചു. എന്നാൽ അതിശയകരമായി അദ്ദേഹം യാതൊരു പൊള്ളലുമേൽക്കാതെ രക്ഷപ്പെട്ടു. തുടർന്ന് റോമൻ ഭരണകൂടം അദ്ദേഹത്തെ ഗ്രീക്ക് ദ്വീപായ പത്മോസിലേക്ക് നാടുകടത്തി. അവിടെ തടവുകാരനായിരുന്നപ്പോഴാണ് അദ്ദേഹം ബൈബിളിലെ അവസാന പുസ്തകമായ വെളിപ്പാട് എഴുതുന്നത്. ഡൊമിഷ്യന്റെ മരണശേഷം പത്മോസിൽ നിന്ന് മോചിതനായ യോഹന്നാൻ എഫേസോസ് നഗരത്തിലേക്ക് മടങ്ങിപ്പോയി. AD 100 ഏകദേശം 90 വയസ്സിലധികം പ്രായമായപ്പോൾ വാർദ്ധക്യ സഹജമായ കാരണങ്ങളാൽ എഫേസോസിൽ വെച്ച് അദ്ദേഹം നിര്യാതനായി. ഇന്നത്തെ തുർക്കിയിലെ എഫേസോസിൽ AD 4-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതും പിന്നീട് പ്രശസ്ത ബൈസ്റ്റാൻഡർ ചക്രവർത്തി ജസ്റ്റീനിയൻ വികസിപ്പിക്കുകയും ചെയ്ത സെന്റ് ജോൺ ബസിലിക്കയുടെ മധ്യഭാഗത്ത് യോഹന്നാന്റെ ശൂന്യമായ കല്ലറ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം എഴുതിയ പത്മോസിലെ ഗുഹ ഇന്ന് യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രമാണ്. മൂന്നാമത്തേത് സെബദിയുടെ പുത്രനായ യാക്കോബ്. യോഹന്നാന്റെ ജ്യേഷ്ഠനായ യാക്കോബിനെ മഹാനായ യാക്കോബ് എന്നറിയപ്പെടുന്നു. കോപാകുലരായ സ്വഭാവം കാരണം യേശു യാക്കോബിനെയും യോഹന്നാനെയും ഇടിമിന്നലിന്റെ മക്കൾ എന്നാണ് വിളിച്ചിരുന്നത്. യേശുവിന്റെ അടുത്ത വൃത്തത്തിൽപ്പെട്ട 3 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു യാക്കോബ്. സഭാ പാരമ്പര്യങ്ങൾ അനുസരിച്ച് യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം യാക്കോബ് സ്പെയിൻ വരെ സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിച്ചു. അതിനാൽ സ്പെയിനിന്റെ കാവൽ വിശുദ്ധനായി യാക്കോബ് ആദരിക്കപ്പെടുന്നു. സുവിശേഷ പ്രചരണത്തിന് ശേഷം യെരുശലേമിലേക്ക് മടങ്ങിയെത്തിയ യാക്കോബിനെ യഹൂദ പ്രമാണികൾ എതിർക്കുകയാണ് ഉണ്ടായത്. AD 44 ഹേരോദാവ് അഗ്രിപ്പ 1-ാം രാജാവ് ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നതിന്റെ ഭാഗമായി യാക്കോബിനെ അറസ്റ്റ് ചെയ്തു. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 12:2 രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ രാജാവ് യാക്കോബിനെ വാളുകൊണ്ട് തലവെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. ബൈബിളിലെ ചരിത്രരേഖ അനുസരിച്ച് 12 അപ്പോസ്തലന്മാരിൽ ബൈബിളിൽ തന്നെ രക്തസാക്ഷിത്വം നേരിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഏക വ്യക്തിയാണ് യാക്കോബ്. സ്പെയിനിലെ സാന്റിയാഗോ ഡി കോമ്പോസ്റ്റെല കത്തീഡ്രലിൽ AD 9-ാം നൂറ്റാണ്ടിൽ യാക്കോബിന്റേതെന്ന് വിശ്വസിക്കപ്പെടുന്ന അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയതായി രേഖകളിലുണ്ട്. ഇന്ന് യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. 4-മത്തേത് അന്ത്രയോസ്. ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആദ്യം സ്നാപയോഹന്നന്റെ ശിഷ്യനായിരുന്നു. യേശുവിനെ കണ്ടുമുട്ടിയ ഉടൻ തന്നെ തന്റെ സഹോദരനായ പത്രോസിനെ യേശുവിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അന്ത്രയോസ് ആണ്. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ യേശു പോഷിപ്പിച്ച സംഭവത്തിൽ ആ കുട്ടിയെ യേശുവിന്റെ മുൻപിൽ കൊണ്ടുവന്നതും അന്ത്രയോസ് ആയിരുന്നു. യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം അന്ത്രയോസ് ഇന്നത്തെ റഷ്യ, റൊമാനിയ, ഗ്രീസ് എന്നീ പ്രദേശങ്ങളിലാണ് സുവിശേഷം പ്രസംഗിച്ചത്. അതിനാൽ ഇദ്ദേഹം റഷ്യയുടെയും സ്കോട്ട്ലാൻഡിന്റെയും കാവൽ വിശുദ്ധനായി അറിയപ്പെടുന്നു. AD 60-ൽ ഗ്രീസിലെ പത്രസ് എന്ന നഗരത്തിൽ വെച്ചാണ് ഇദ്ദേഹം അറസ്റ്റിലാകുന്നത്. അവിടെയുള്ള റോമൻ ഗവർണറായ എജിയാറ്റിന്റെ ഭാര്യയെ അന്ത്രയോസ് ക്രിസ്തു മതത്തിലേക്ക് നയിച്ചതാണ് ഗവർണറെ പ്രകോപിതരാക്കിയത്. അന്ത്രയോസിനെ എക്സ് ആകൃതിയിലുള്ള ഒരു കുരിശിൽ തറച്ചു. ഇത് പിന്നീട് സെന്റ് ആൻഡ്രൂസ് ക്രോസ് എന്ന പേരിൽ പ്രശസ്തമായി. പെട്ടെന്ന് മരിക്കാതിരിക്കാൻ ആണി തറയ്ക്കുന്നതിന് പകരം കയറുകൊണ്ട് കെട്ടിയാണ് ഇദ്ദേഹത്തെ ക്രൂശിൽ തറച്ചത്. ഈ അവസ്ഥയിലും 2 ദിവസത്തോളം ക്രൂശിൽ കിടന്നുകൊണ്ട് തന്നെ ഉപദ്രവിച്ച ജനങ്ങളോട് അദ്ദേഹം പ്രസംഗിക്കുകയും ഒടുവിൽ രക്തസാക്ഷിയാവുകയും ചെയ്തു. അന്ത്രയോസ് രക്തസാക്ഷിയായ ഗ്രീസിലെ പത്രസ് നഗരത്തിൽ അപ്പോസ്തലന്റെ തലയോട്ടിയും അദ്ദേഹത്തെ തറച്ച എക്സ് ആകൃതിയിലുള്ള കുരിശിന്റെ തടി കഷ്ണവും സൂക്ഷിച്ചിരിക്കുന്ന വലിയൊരു ബസിലിക്കയായ ചർച്ച് ഓഫ് സെന്റ് ആൻഡ്രൂ പാട്രാസ് നിലനിൽക്കുന്നു. 5-മത്തേത് ഫിലിപ്പോസ്. ഗലീലയിലെ ബെത്സേദാക്കാരനായ ഫിലിപ്പോസ് ആണ് തന്റെ സുഹൃത്തായ നഥാനിയേലിനോട് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും ആരെക്കുറിച്ച് എഴുതിയിരിക്കുന്നുവോ അവനെ ഞങ്ങൾ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് യേശുവിന്റെ അടുത്തേക്ക് വിളിച്ചു കൊണ്ടുവരുന്നത്. അന്ത്യത്തായ വേളയിൽ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് യേശുവിനോട് ചോദിച്ചതും ഫിലിപ്പോസ് ആയിരുന്നു. ഗ്രീസിലും മിഡിൽ ഈസ്റ്റിലും അതിനുശേഷം ഇന്നത്തെ തുർക്കിയിലും ഫിലിപ്പോസ് സുവിശേഷം അറിയിച്ചു. തുർക്കിയിലെ ഹേരാപോളിസ് എന്ന നഗരമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല. ഹേരാപോളിസിലെ ജനങ്ങൾ സർപ്പങ്ങളെയും പാമ്പുകളെയും ആരാധിക്കുന്നവരായിരുന്നു. അവിടെയുള്ള പ്രധാന ക്ഷേത്രത്തിലെ പാമ്പിനെ ഫിലിപ്പോസ് പ്രാർത്ഥനയാൽ പുറത്താക്കിയെന്നും തുടർന്ന് നഗരത്തിലെ ഭൂരിഭാഗം ആളുകളും ക്രിസ്ത്യാനികളായെന്നും ചരിത്രം പറയുന്നു. ഇതിൽ പ്രകോപിതരായ പ്രാദേശിക ഭരണാധികാരികളും പൂജാരിമാരും AD 80-ൽ ഫിലിപ്പോസിനെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ തലകയായി കുരിശിലേറ്റുകയോ അല്ലെങ്കിൽ വലിയ തൂണിൽ കെട്ടിത്തൂക്കി കല്ലെറിഞ്ഞു കൊല്ലുകയോ ചെയ്തു എന്നാണ് പാരമ്പര്യ രേഖകൾ വ്യക്തമാക്കുന്നത്. 2011-ൽ തുർക്കിയിലെ ഹേരാപോളിസിൽ ഇറ്റാലിയൻ പ്രൊഫസറായ ഫ്രാൻസിസ്കോ ഡി ആൻഡ്രിയയുടെ നേതൃത്വത്തിൽ നടത്തിയ ഖനനത്തിൽ വിശുദ്ധ ഫിലിപ്പോസിന്റെ യഥാർത്ഥ കല്ലറയും അദ്ദേഹത്തെ സമർപ്പിച്ച 1-ാം നൂറ്റാണ്ടിലെ ദേവാലയ അവശിഷ്ടങ്ങളും കണ്ടെത്തി. ഫിലിപ്പോസ് കൊല്ലപ്പെട്ട രീതിയെ വർണ്ണിക്കുന്ന ലിഖിതങ്ങളും അവിടെയുണ്ട്. 6-മത്തേത് ബർത്തലോമ്യ.
സുവിശേഷങ്ങളിൽ നഥാനിയേൽ എന്നറിയപ്പെടുന്ന ബർത്തലോമിയെ കുറിച്ചാണ് യേശു പറഞ്ഞത്, ഇതാ കപടമില്ലാത്ത ഒരു യഥാർത്ഥ ഇസ്രായേല്യൻ എന്നാണ്. അത്തിമരച്ചോട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ കണ്ടുവന്ന് യേശു പറഞ്ഞപ്പോഴാണ് നഥാനിയേൽ യേശുവിനെ ദൈവപുത്രനായി ഏറ്റുപറഞ്ഞത്. ഇന്ത്യ, പേർഷ്യ, അർമേനിയ എന്നീ രാജ്യങ്ങളിലാണ് ബർത്തലോമ്യ സുവിശേഷവുമായി പോയത്. അർമേനിയയിലെ ക്രിസ്തു മതത്തിന്റെ സ്ഥാപകരിൽ ഒരാളായി ഇദ്ദേഹം കണക്കാക്കപ്പെടുന്നു. അർമേനിയയിലെ അൽബാനാപോളിസ് എന്ന സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹം രക്തസാക്ഷിയാകുന്നത്. അവിടെയുള്ള അസ്റ്റേഗേസ് രാജാവിന്റെ സഹോദരനെ ബർത്തലോമ്യ ക്രിസ്ത്യാനിയാക്കി. ഇതിൽ കോപിഷ്ഠനായ രാജാവ് ബർത്തലോമിയെ ക്രൂരമായ ശിക്ഷയ്ക്ക് വിധിച്ചു. അദ്ദേഹത്തെ ജീവനോടെ തൊലിയുരുക്കിയായിരുന്നു. ശരീരത്തിലെ തോൽ മുഴുവൻ ഉരിഞ്ഞു മാറ്റിയ ശേഷം അദ്ദേഹത്തെ തലകീയായി ക്രൂശിലേറ്റുകയും തുടർന്ന് ശിരച്ഛേദം ചെയ്യുകയും ചെയ്തു. ചരിത്രകാരനായ യൂസേബിയസ് തന്റെ എക്ലേസിയാസ്റ്റിക്കൽ ഹിസ്റ്ററിയിൽ AD 2-ാം നൂറ്റാണ്ടിൽ പന്തേനസ് എന്ന ക്രിസ്തീയ പണ്ഡിതൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ബർത്തലോമ്യ ഇന്ത്യയിൽ ഉപേക്ഷിച്ചു പോയ എബ്രായ ഭാഷയിലുള്ള മത്തായിയുടെ സുവിശേഷത്തിന്റെ പ്രതി കണ്ടെത്തിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7-ാമത്തേത് തോമസ് ലീഹ. ദിദിമോസ് അഥവാ ഇരട്ട എന്നർത്ഥമുള്ള തോമസ് ലീഹ ഉറച്ച നിലപാടുകളുള്ള വ്യക്തിയായിരുന്നു. യേശു ലാസറിനെ ഉയർപ്പിക്കാൻ യഹൂദിയയിലേക്ക് പോകാൻ തുനിഞ്ഞപ്പോൾ അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം എന്ന് ധൈര്യപൂർവ്വം പറഞ്ഞത് തോമസ് ആയിരുന്നു. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ ആദ്യം സംശയിച്ചെങ്കിലും യേശുവിന്റെ മുറിവുകളിൽ വിരലുകൾ അമർത്തി എന്റെ കർത്താവും എന്റെ ദൈവമേ എന്ന് ക്രിസ്തുവിനെ ദൈവമായി ഏറ്റുപറഞ്ഞ അപ്പോസ്തലനാണ് തോമസ്. അപ്പോസ്തലന്മാരുടെ വിഭജനത്തിൽ തോമസ് ലീഹയ്ക്ക് ലഭിച്ചത് ഭാരതമായിരുന്നു. AD 52-ൽ അദ്ദേഹം കൊടുങ്ങല്ലൂർ തീരത്ത് ഇറങ്ങി എന്നാണ് കേരളത്തിലെ സഭാ പാരമ്പര്യം പറയുന്നത്. കേരളത്തിൽ 7 പള്ളികൾ സ്ഥാപിച്ച ശേഷം അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് പുറപ്പെട്ടു. തമിഴ്നാട്ടിലെ മൈലാപ്പൂർ കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ. അവിടെയുള്ള പ്രാദേശിക പൂജാരിമാരുടെയും ഭരണാധികാരികളുടെയും എതിർപ്പ് അദ്ദേഹം നേരിട്ടു. AD 72-ൽ മൈലാപ്പൂരിലെ ചിന്നമനയിൽ വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന തോമസ് ലീഹയെ ശത്രുക്കൾ പിന്നിൽ നിന്നും കുന്തം കൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. തോമസ് ലീഹയെ AD 72-ൽ മൈലാപ്പൂരിലാണ് അടക്കം ചെയ്തതെങ്കിലും AD 3-ാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിന്റെ ഭൂരിഭാഗം അവശിഷ്ടങ്ങളും മെസ്സോപ്പൊട്ടേമിയയിലെ എഡേസ നഗരത്തിലേക്ക് മാറ്റി. പിന്നീട് പല യുദ്ധങ്ങൾക്കും യാത്രകൾക്കും ശേഷം AD 1258-ൽ ഈ അവശിഷ്ടങ്ങൾ ഇറ്റലിയിലെ ഓർത്തോണ എന്ന നഗരത്തിൽ എത്തിച്ചു. ഇന്ന് ഇറ്റലിയിലെ ഓർത്തോണയിലെ സെന്റ് തോമസ് കത്തീഡ്രലിലാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിന്റെ പ്രധാന ഭാഗങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. എന്നാലും അദ്ദേഹം കൊല്ലപ്പെട്ട മൈലാപ്പൂരിലെ കല്ലറയും അതിൽ ബാക്കിയായ ചില അസ്ഥി കഷ്ണങ്ങളും ഇന്നും ചെന്നൈയിലെ സാന്തോ ബസിലിക്കയിൽ ഭക്തിപൂർവ്വം സൂക്ഷിച്ചിരിക്കുന്നു. തോമസ് ലീഹ കുന്തം കൊണ്ട് കുത്തേറ്റു മരിച്ച മലയിൽ നിന്നും കിട്ടിയ 7-ാം നൂറ്റാണ്ടിലെ പഹ്ലവി എന്ന ഭാഷയിൽ എഴുതപ്പെട്ട ലിഖിതങ്ങളുള്ള കൽക്കുരിശ് ചരിത്രപരമായ വലിയൊരു തെളിവാണ്. ഇതുവരെ നമ്മൾ 7 അപ്പോസ്തലന്മാരുടെ ജീവിതവും അവരുടെ സാക്ഷിത്വവും കണ്ടു. എന്നാൽ ബാക്കിയുള്ള അപ്പോസ്തലന്മാരുടെ മരണം ഇതിലും ദാരുണമായിരുന്നു. ഒരു ഈർച്ചവാൾ കൊണ്ട് ശരീരം 2-ആയി പിളർക്കപ്പെട്ട ശീമോൻ, ജീവനോടെ അൾത്താരയിൽ കുത്തേറ്റു മരിച്ച മത്തായി, കുരിശിൽ തലകീഴായി തറയ്ക്കപ്പെട്ട പൗലോസ് ലീഹ, ഇവർക്കൊപ്പം യേശുവിനെ ഒറ്റുകൊടുത്ത യൂദാസ് കറിയോത്തോടെ നിഗൂഢമായ മരണം. ഇതിന്റെ പൂർണ്ണ രൂപവും അതിശയിപ്പിക്കുന്ന പുരാവസ്തു തെളിവുകളുമായി 2-ാം ഭാഗത്തിൽ ഉടൻ തന്നെ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓൺ ചെയ്ത് വെക്കുക. ആമേൻ.